കഴിഞ്ഞ 37 വർഷമായി പുണ്യ റമദാനിൽ മുടക്കമില്ലാതെ വ്രതം അനുഷ്ഠിച്ചു വരികയാണ് വളാഞ്ചേരിയിലെ വെസ്റ്റേൺ പ്രഭാകരൻ എന്ന നാട്ടുകാരുടെ പ്രഭാകരേട്ടൻ. റമദാൻ വ്രതത്തിന് പുറമെ പ്രഭാകരൻ ഒരുക്കുന്ന നോമ്പുതുറയും സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും വേദിയാവുകയാണ്. നേരത്ത് ഉമ്മറപ്പടിയിൽ തിരിതെളിഞ്ഞതിന് പിന്നാലെ മഗ്‌രിബ് നിസ്കാരത്തിന്റെ ബാങ്കുലിയും ഉയർന്നു. അതോടെ കോട്ടീരി പൊന്നോത്ത് വെസ്റ്റേൺ പ്രഭാകരന്റെ വീട്ടുമുറ്റം സ്നേഹസംഗമത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും വേദിയായി. ജാതിമത രാഷ്ട്രീയ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ടുള്ള ഈ ഇഫ്താർ സംഗമത്തിൽ പ്രഭാകരേട്ടന്റെ വീടിനകത്തും പുറത്തുമായി വിരിച്ച മുസല്ലയിൽ അന്നാട്ടിലെ മുസ്ലിം സഹോദരങ്ങൾ നമസ്കരിച്ചു. പ്രഭാകരേട്ടന്റെ ഈ ഒരു ഇഫ്താർ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. ഓരോ ദിവസം പെരുന്നാൾ റമദാൻ വരുമ്പോഴും ഈ ഒരു ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കുകയാണ്. നമ്മൾ മനസ്സറിഞ്ഞ് നോമ്പ് തുറക്കുന്ന ഒരു ദിവസം കൂടിയാണ്. മറ്റുള്ള എല്ലാ വിഭാഗീയതവും വിദ്വേഷവും ഇതിനൊക്കെ അപ്പുറത്ത് നമ്മളൊരു മനുഷ്യരായി അല്പനേരമെങ്കിലും മാറിയിരിക്കാൻ നമുക്ക് സാധിക്കുന്നൊരിടമാണ് നമ്മുടെ സുഹൃത്ത് പ്രഭാകരനെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു വിശാല വീക്ഷണം ഈ ഇഫ്താർ സംഗമത്തിൽ പ്രഭാകരൻ ഒരുക്കിയ ഈ വീട്ടുമുറ്റത്തെ മനോഹരമായി വിരുന്നൂട്ടിൽ നമുക്കൊക്കെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ആകർഷണീയത. പ്രഭാകരൻ്റെ പ്രഭ തന്നെയാണ് ഇവിടെ കാണുന്നതൊക്കെ, മനസ്സിൻ്റെ പ്രഭയാണ്. സ്നേഹിച്ച് ഒന്നിച്ചിരിക്കാം എന്ന ഒരു മുദ്രാവാക്യം എഴുതിയത് കണ്ടു. ഈ ഒരു സന്തോഷത്തിന് ശാരീരികമായ അടുപ്പം ഈ ഇഫ്താറിന്റെ പരിപാടിയിൽ കിട്ടും. 1988 സുഹൃത്തും പത്രപ്രവർത്തകനുമായ മുഹമ്മദ് മുസ്തഫ എന്ന മുത്തുവിന്റെ പ്രേരണയിലാണ് പ്രഭാകരേട്ടൻ റമദാൻ വ്രതമെടുക്കാൻ തുടങ്ങിയത്. 10 ദിവസത്തെ വ്രതമെടുക്കാമെന്ന് കരുതിയതാണ് ഇപ്പോൾ 37 വർഷത്തിൽ എത്തി നിൽക്കുന്നത്. മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധീകരിക്കുന്ന കാലമായാണ് ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ പ്രഭാകരനും റമദാൻ മാസത്തെ കാണുന്നത്. ഇത് 37ാമത്തെ വർഷമാണ് റംസാൻ വ്രതം എടുക്കാൻ തുടങ്ങിയിട്ട്. 1988 തുടങ്ങിയത്. പിന്നെ ഇത്തരത്തിലുള്ള ഇഫ്താർ മീറ്റ് അല്ലെങ്കിൽ സൗഹൃദ സംഗമം തുടങ്ങിയിട്ട് അധികം വർഷമായിട്ടില്ല. 21 തവണയാണ് ഉണ്ടായതെന്നാണ് എൻ്റെ ഓർമ്മ. റംസാൻ വ്രതം എടുക്കാൻ തുടങ്ങി 4 വർഷത്തിന് ശേഷമാണ് ആദ്യമായിട്ട് KT ജലീലിൻ്റെ നേതൃത്വത്തിൽ ആണെന്ന് ഒരു ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്, നോമ്പ് തുറ. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും അനുഭൂതി നൽകുന്ന നിമിഷങ്ങളാണിത്. പുലർച്ചെ മുതൽ സന്ധ്യാസമയം വരെ നീളുന്നതാണ് വ്രതചര്യ. സാധാരണ അത്താഴ സമയത്തും നോമ്പുതുറ സമയത്തും പ്രഭാകരേട്ടന്റെ ഭക്ഷണ ക്രമീകരണം ലളിതമാണ്. എന്നാൽ തന്റെ ഇഫ്താർ വിരുന്നിനെത്തുന്നവർക്ക് വിഭവങ്ങൾ ഏറെ ഒരുക്കിയാണ് പ്രഭാകരേട്ടനും ഭാര്യ ഉഷയും കാത്തിരിക്കുന്നത്. ജാതിമത വിദ്വേഷമൊക്കെ ഉള്ളിൽ പേറി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊരു വലിയ അനിവാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ധാരാളം വിമർശനങ്ങൾ ഏറ്റുവാങ്ങാറുണ്ട്. എന്നെ സംബന്ധിച്ചുള്ള വിഷയമേ അല്ല. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണെങ്കിലും എനിക്കിഷ്ടമാണോ, സന്തോഷമുള്ളതാണോ, മനസ്സ് അംഗീകരിക്കുന്നതാണോ, മറ്റൊരാൾക്ക് ഒരു പൊടി പോലും പ്രയാസം ഇല്ലാത്തതാണെങ്കിൽ, ഒരാളെ പ്രയാസപ്പെടുത്താത്തതാണെങ്കിൽ, വിഷമിപ്പിക്കാത്തതാണെങ്കിൽ ഞാനത് ചെയ്യുന്നു. അത്രമാത്രമേ ഉള്ളൂ. ഞാൻ ആ കാര്യത്തിൽ വളരെ സംതൃപ്തനാണ്. പ്രഭാകരേട്ടൻ ഒരുക്കിയ സ്നേഹസംഗമത്തിൽ പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA, സംവിധായകൻ ലാൽ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ജീവകാരുണ്യ രംഗത്ത് സജീവമായ ചെഗുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറത്തിന്റെ ചീഫ് കോർഡിനേറ്ററും വളാഞ്ചേരി കോഴിക്കോട് റോഡിലെ വെസ്റ്റേൺ ഹാർഡ്വെയർ ഉടമയുമാണ് പ്രഭാകരൻ. 21ാമത്തെ തവണയാണ് റമദാനിൽ തന്റെ വീട്ടിൽ വെസ്റ്റേൺ പ്രഭാകരൻ സ്നേഹസംഗമം നടത്തുന്നത്. ന്യൂസ് 18 തിരൂർ.